ജയിലിൽ അമ്മയെ കാണാനായി എത്തുകയാണ് ഹേമയും ഭർത്താവും. പ്രേമൻ പറയുകയാണ്, ലാല് കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഹേമ. പ്രേമൻ പറയുകയാണ്, നിനക്ക് ഇളയ ഒരുത്തി കൂടി ഉണ്ട്. അവളോടാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മുടിഞ്ഞ സ്നേഹമാണ്. അവളെ കെട്ടിച്ചയക്കുമ്പോൾ തന്നെ 1/4 സ്വത്തും തീരും. നമുക്കേ കാലണ കിട്ടാൻ പോകുന്നില്ല. കുറെ കിട്ടിയല്ലോ, എല്ലാം നിങ്ങൾ വിഴുങ്ങുവല്ലായിരുന്നോ? ഞാൻ എന്ത് വിഴുങ്ങിയെന്നാണ്? നിന്റെ ആഡംബരത്തിന് ഇതൊന്നും പോരല്ലോ. അന്നേരം അവിടേക്ക് എത്തുകയാണ് രാഗിണി. അമ്മായിയമ്മയെ കണ്ട് എഴുന്നേറ്റ് നിന്ന് തൊഴുകയാണ് പ്രേമൻ. രാഗിണി ചോദിക്കുകയാണ്, എന്താ രണ്ടാളും കൂടി? അമ്മ അറിഞ്ഞല്ലോ ലാലൊരു പെണ്ണ് കണ്ട കാര്യം. അവൻ എന്നെ കാണാൻ വന്നിരുന്നു, നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. കാണുമ്പോഴൊക്കെ നന്നായിട്ട് തോന്നും അമ്മായി, പക്ഷേ വന്നു കഴിയുമ്പോഴാണ് കുഴപ്പം തുടങ്ങുന്നത്. ഞാൻ ലാലുമോനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ, അമ്മായിയുടെ കേസിന് പറ്റാത്ത ആരെയും വീട്ടിലോട്ട് കെട്ടിയെടുക്കണ്ടെന്ന്. രാഗിണി പറയുകയാണ്, അവന്റെ ചേട്ടന്റെ അനുഭവം അവനറിയാമല്ലോ, അതുകൊണ്ട് നോക്കിയും കണ്ടുമേ അവനൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കൂ. ഹേമ പറയുകയാണ്, പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അവൻ പറയുന്നത് പോലെ അത്ര പാവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പ്രേമൻ പറയുകയാണ്, എനിക്കും. പോരാത്തതിന് പെൺകുട്ടിയുടെ അച്ഛൻ വക്കീലാണെന്നാണ് പറയുന്നത്. വക്കീലന്മാരെ പൊതുവെ അമ്മായിക്ക് അത്ര പിടിക്കില്ലല്ലോ. അമ്മമാര് വക്കീലായാലേ കുഴപ്പമുള്ളൂ. അങ്ങനെ വന്നാൽ വീട്ടിനകത്ത് വാദപ്രതിവാദങ്ങൾ കൂടും. അതെ അതെ, പിന്നെ വിധി പറയുന്നതും അത് നടപ്പിലാക്കുന്നതുമൊക്കെ അമ്മായി തന്നെ ആയിരിക്കുമല്ലോ. അത്രയും പറഞ്ഞ് പ്രേമൻ ചിരിക്കുമ്പോൾ രാഗിണി പ്രേമനെ ഒന്ന് നോക്കിയിട്ട് വിളിക്കുകയാണ്, പ്രേമ, ചിരി കൂടുതൽ വേണ്ട. ഒന്ന് ചമ്മി പ്രേമൻ പറയുകയാണ്, അറിയാതെ ചിരി വന്നു പോയതാണ്. ഏതായാലും ഞാൻ ഉടനെ പുറത്തു വരും. കുഴഞ്ഞല്ലോ എന്ന് കരുതുകയാണ് പ്രേമൻ. അത് കഴിഞ്ഞ് ഞാനും അവനും കൂടി അവളെ പോയൊന്ന് കാണും, അവളുടെ വീട്ടുകാരെയും. അതിനുശേഷമേ അവൻ അവളെ കെട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. അതിനെന്താ, അമ്മായി കാണാതെ നമ്മുടെ കുടുംബത്തിനകത്ത് ഒന്നും നടക്കില്ലല്ലോ. പിന്നീട് ചോദിക്കുകയാണ്, രണ്ടാളും നമ്മുടെ ചാരുമോളെ കാണാൻ പോയിരുന്നോ? ഹേമ പറയുകയാണ്, പോയിരുന്നു. അവൾക്ക് ഒരേ സങ്കടമാണ് അമ്മ ജയിലിൽ കിടക്കുന്നത് കൊണ്ട്. രാഗിണി ചോദിക്കുകയാണ്, സങ്കടം ഇതുവരെ തീർന്നില്ലേ? അമ്മ കുറെ നാളായല്ലോ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും അമ്മയില്ലാത്ത വീടിനെ പറ്റി ഞങ്ങൾക്കാർക്കും സങ്കല്പിക്കാനേ പറ്റുന്നില്ല. പ്രേമൻ ചോദിക്കുകയാണ്, അമ്മായി പുറത്തിറങ്ങുന്നത് സ്ഥിരമായിട്ടാണോ അതോ പരോളിനാണോ? സ്ഥിരമായിട്ട് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല. അത് ഭാഗ്യമായി എന്ന് മനസ്സിൽ കരുതുകയാണ് പ്രേമൻ. രാഗിണി പറയുകയാണ്, പരോളാണ്. ലാല് കണ്ട പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അമ്മായി, ഞങ്ങളിടയ്ക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോൾ ആ നശൂലം പിടിച്ച അവളെ കണ്ടായിരുന്നു. അമ്മായിയുടെ മൂത്ത മരുമോളെയും അവളുടെ അമ്മയെയും. പരിസരം പോലും നോക്കാതെ ഞാൻ കാറി തുപ്പിയിട്ടാണ് വന്നത്. ചോദിച്ചു നോക്ക്. ഹേമ പറയുകയാണ്, അതെ, ഞാനും സ്ഥലകാല ബോധമില്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ അമ്മ നമ്മളെ ജയിലിൽ കയറ്റുവാണെങ്കിൽ അങ്ങ് കേറ്റട്ടെ. ദേഷ്യപ്പെട്ട് രാഗിണി പറയുകയാണ്, ഞാൻ ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ അവളുടെ അമ്മയുടെ കൂടി തലയും കൂടി അടിച്ചു പൊട്ടിക്കുമായിരുന്നു. പ്രേമൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അമ്മായി. ഹേമേ, ആ വീട്ടുവളപ്പിൽ ഇനി അവനോ അവളോ കയറിയാൽ ആ നിമിഷം എന്നെ അറിയിക്കണം. ഹേമ പറയുകയാണ്, അതിനുള്ള ധൈര്യമൊന്നും ഹരിയേട്ടന് ഇല്ല. അവനൊക്കെ ആണാണെന്ന് പറയാൻ പറ്റുമോ? അമ്മായിയുടെ മൂത്ത മോനൊക്കെ തന്നെ സമ്മതിച്ചു എന്നും പറഞ്ഞ് സ്വന്തം അമ്മയെ ജയിലിൽ കയറ്റിയിട്ട് ഭാര്യയുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന ഇവനൊക്കെ ആണാണെന്ന് പറയാൻ പറ്റുമോ? ആണിന്റെ വില കളയുന്നവനാണ്. ഹേമ പറയുകയാണ്, അമ്മയെ കണ്ടിട്ട് പോകുമ്പോൾ മനസ്സിനകത്തൊരു ഭാരമാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കും മുറയ്ക്കും വരാത്തത്. പ്രേമൻ പറയുകയാണ്, ഇവിടെ വന്ന് അമ്മായിയെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ ഒരേ കരച്ചിലാണ്. അടുത്ത 2 ദിവസത്തേക്ക് ആഹാരം പോലും കഴിക്കത്തില്ല. നിങ്ങൾ പൊയ്ക്കോ, ചാരുമോളോട് ഞാൻ ഉടനെ പരോളിൽ ഇറങ്ങുമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഞങ്ങൾ പോട്ടെ അമ്മായി, പെട്ടെന്ന് ഈ നരകത്തിൽ നിന്നും അമ്മായിക്ക് ഇറങ്ങാൻ കഴിയട്ടെ. വാടിയെന്നും പറഞ്ഞ് ഹേമയും വിളിച്ചു പോവുകയാണ് പ്രേമൻ. പിന്നീട് കാണിക്കുന്നത് കാർത്തിയെയും കൂട്ടുകാരെയുമാണ്. കാർത്തി പറയുകയാണ്, സദാനന്ദൻ മുതലാളിയുടെ മകനും ജയിലിൽ കിടക്കുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മാത്രമല്ല ജയിലിനകത്തും പുറത്തും വേണ്ടി വന്നാൽ എന്നെ തല്ലാൻ ആളുണ്ടെന്നും. ഇപ്പോൾ ജാമ്യം കിട്ടിയത് കൊണ്ട് താൽക്കാലികമായി പുറത്തിറങ്ങാൻ പറ്റി. ഇനി ജയിലിലേക്ക് വരേണ്ടി വന്നാൽ അത് അവനെ തീർത്തിട്ടായിരിക്കും. ആ ബുള്ളറ്റ് ജഗനെ എന്ന് പറയുമ്പോൾ കാർത്തിയുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ബുള്ളറ്റ് ജഗൻ മാത്രമാണോ പ്രതി? അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച അവളോ? കാർത്തി പറയുകയാണ്, അഡ്വക്കേറ്റ് വിജയകുമാർ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കുന്നത് കൊണ്ട് അയാൾക്ക് വേണ്ടി പലപ്പോഴും സഹായം ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ്. ഈവൻ അയാൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ പോലും അവർക്കിട്ട് 2 തല്ല് കൊടുക്കാനും ഞങ്ങളൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. എന്നാൽ ഇവിടെ അയാളുടെ ഭാര്യയും മകളും ഈ നാട്ടിൽ ഏറ്റവും കരുത്തനായ ഒരു ഗുണ്ടയെ കൂട്ടുപിടിച്ച്, അതുകൊണ്ട് യഥാർത്ഥ പ്രതി അവർ തന്നെയാണ്. അമ്മയും മകളും കൂട്ടത്തിൽ കുഴപ്പക്കാരി അല്ലാത്തവളെയാണ് നമ്മൾ കുഴപ്പിച്ചിരിക്കുന്നത്.
ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മകൾ ഇനിയിപ്പോ ഇളയവേളയെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കണം. നമ്മൾ പുറത്തു വന്ന സ്ഥിതിക്ക് ബുള്ളറ്റ് ജഗനെ അകത്താക്കിയാലോ? കാർത്തി ചോദിക്കുകയാണ്. എന്തിനാ വീണ്ടും നമ്മൾ ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ കൈകൊണ്ട് ചാകാനോ? തീർക്കണം. നമ്മൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് അവനെ തീർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവന്റെ കൈയും കാലും കെട്ടി ജഡം കണക്ക് അവനെ കിടത്തണം. അതാണ് കൂടുതലും നല്ലത്. കാർത്തി പറഞ്ഞാൽ മതി, അതുപോലെ ഞങ്ങൾ ചെയ്തോളാം. അത് കേട്ട് പുച്ഛിച്ചെന്ന് കാർത്തി ചോദിക്കുകയാണ്. പിന്നെ ചെയ്തു. നിന്നെ കണ്ടോ എന്നെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ കെണിയിൽപ്പെടുത്താനേ പറ്റൂ. കെണി വെച്ച് പിടിക്കണം. അതിന് ആദ്യം അവന്റെ റൂട്ട് മനസ്സിലാക്കണം. അതിനൊക്കെ ഉസ്താദായ ഒരാളുണ്ട് എന്റെ വീട്ടിൽ. അവന്റെ തല്ലുകൊണ്ട് കിടക്കുന്ന എന്റെ അച്ഛൻ. ഇനിയിപ്പോ അച്ഛനോട് ചോദിക്കാതെ ഒരു ചുവട് ഞാൻ മുന്നോട്ട് വയ്ക്കില്ല. ബുള്ളറ്റ് ജഗന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. നിങ്ങൾക്ക് പോകാൻ ജീപ്പ് വരും, അതിലെങ്ങ് പൊയ്ക്കോ. ഞാൻ കാറിൽ വന്നോളാം. സൂക്ഷിക്കണേ കാർത്തി എന്ന് പറയുകയാണ് കൂട്ടുകാർ. ഈ ലോകത്തിപ്പോൾ എനിക്ക് ഒരാളെ ഭയമുള്ളൂ. അവനേതായാലും ഞാൻ പുറത്തിറങ്ങിയ കാര്യം അറിഞ്ഞിരിക്കില്ല. പിന്നീട് സദാനന്ദന്റെ അടുത്തേക്ക് എത്തുകയാണ് കാർത്തി. സദാനന്ദൻ ചോദിക്കുകയാണ്, നീ വന്നോ? എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുകയാണ്, തല്ലുകൊണ്ടാൽ നോവും. ഇപ്പോഴും നല്ല നൊമ്പലമുണ്ട്. അവന്റെ ഇടിയുടെ വെയിറ്റ് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാമല്ലോ. ശരീരം ചതഞ്ഞു എന്ന് തന്നെ പറയാം. ദിവസവും ഒരു വൈദ്യൻ ഇവിടെ വരുന്നുണ്ട്. അയാൾ കുഴമ്പിട്ട് തടവിയിട്ടും വേദന അങ്ങോട്ട് കുറയുന്നില്ല. അവൻ തന്നെയാണ് തല്ലിയത് അല്ലേ? അല്ലാതെ നമ്മുടെ നേരെ കൈപോക്കാൻ ഈ നാട്ടിൽ പിന്നെ വേറെ ആർക്കാണ് ധൈര്യമായിട്ടുള്ളത്? ഇനിയിപ്പോ നമുക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് അവനെ അനുനയിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തണമെന്ന്. ഈ സംഭവത്തിന് ശേഷം പലരോടും ഞാൻ ബുള്ളറ്റ് ജഗനെ കുറിച്ച് സംസാരിച്ചു. എല്ലാവർക്കും അവനെ ഭയമാണ്. പുറത്തുള്ളവരുടെ കാര്യം പോട്ടെ, ജയിലിലോ അവിടത്തെ വാർഡനും സൂപ്രണ്ടനും ഒക്കെ അവനെ പേടിയാണ്. ജയിലിലിട്ട് അവനെ എന്തെങ്കിലും ചെയ്താൽ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. കാർത്തി പറയുകയാണ്, അതെ, അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ജയിലിൽ വെച്ച് അറിഞ്ഞു. ഇരട്ട ചങ്കാണ് ഉള്ളത്, ഉരുക്കാണ്. നാടൻ ബോംബെറിഞ്ഞ് പുകമറി ഉണ്ടാക്കിയിട്ടേ വെട്ടാൻ പറ്റൂ. സദാനന്ദൻ പറയുകയാണ്, വെട്ടുന്നതിനും കുത്തുന്നതിനും പറ്റി ചിന്തിക്കാതെ അവനെ കൂടെ നിർത്താൻ പറ്റുമോന്ന് നോക്ക്. അതിനെന്തായാലും കഴിയില്ല. പണം കൊണ്ട് വിലക്കെടുക്കാൻ കഴിയുന്നവനല്ല ജഗൻ. പിന്നേന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, സ്നേഹത്തിലൂടെ മാത്രമേ അവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ മുന്നിൽ പോയി ചാടേണ്ട. കാർത്തി പറയുകയാണ്, നമുക്ക് ഈ അവസ്ഥയുണ്ടാക്കിയത് ഭാഗ്യലക്ഷ്മിയും മോളുമാണ്. അതിന് തർക്കമില്ല. അവൾക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തതിന്റെ അന്ന് രാത്രിയിലാണ് എനിക്ക് തല്ലുകൊണ്ടത്. എന്ന് വെച്ചാൽ ഇനി ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും തിരിച്ചടി ഉണ്ടാകുമ്പോൾ നമുക്കും അടി കിട്ടും. അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. കാർത്തി പറയുകയാണ്, എന്തായാലും അവളെയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. സദാനന്ദൻ പറയുകയാണ്, അവർക്കെതിരെ പിടിക്കാൻ പറ്റിയ തോക്കായിരുന്നു വിജയകുമാർ. പക്ഷെ അയാളുടെ മൂത്ത മോൾക്ക് അന്നുണ്ടായ സംഭവത്തിന് ശേഷം അയാൾ എന്നെ വിളിക്കാറില്ല. അങ്ങോട്ട് വിളിച്ചാലും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് ദോഷമാണോ ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണമുണ്ട്. ഇനിയിപ്പോ ആ കുടുംബത്തിനെതിരെ എന്തെങ്കിലും ചെയ്താലും അയാളുടെ മുഖം ഓർക്കണ്ട. ഭാഗ്യലക്ഷ്മിയും ഇളയമോളെയും ചുട്ടുകളയുകയാണ് വേണ്ടത്. കാർത്തി പറയുകയാണ്, ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യാവുന്ന ശല്യമൊക്കെ ചെയ്യും. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവധിക്ക് വന്നത്. സദാനന്ദൻ പറയുകയാണ്, എന്ത് ചെയ്യുമ്പോഴും ഒരാളുടെ മുഖം ഓർത്തോളണം. ബുള്ളറ്റ് ജഗന്റെ എന്ന് ചോദിക്കുമ്പോൾ കാർത്തി ചോദിക്കുകയാണ്, അച്ഛനും അവനെ ഭയന്നു തുടങ്ങിയോ? എടാ, നെഞ്ചു നോക്കി ഒരു ഇടി തന്നാൽ ഞാനായാലും നീയായാലും തീരും. പ്രത്യേകിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഏത് കോടീശ്വരന്റെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചാവേറായി നടക്കുന്നവന് ഏതു പദവിയിൽ ഇരിക്കുന്നവനും ഒന്ന് പേടിക്കണം. എന്നാ പിന്നെ ചെല്ല്, മോൻ ജയിലിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് അമ്മ എന്തൊക്കെയോ ഒരുക്കി വച്ചിട്ടുണ്ട്. കുറെ നാള് ജയിലിൽ കിടന്നതല്ലേ, ഇനി വീട്ടിൽ ഭക്ഷണം കഴിക്ക്. പിന്നീട് കാണിക്കുന്നത് ജയലാലിന്റെ കൂടെ അന്ന് പാർക്കിൽ പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന ദീപയാണ്. അന്നേരം ഫോൺ വിളിക്കുകയാണ് ജയലാൽ. ഫോൺ എടുത്ത് ദീപ പറയുകയാണ്, എപ്പോൾ ഓർത്താലും വിളി വരുമല്ലോ. ഹലോ ലാലേട്ടാന്ന് വിളിക്കുകയാണ് ദീപ. ഹോ ഭാഗ്യം, ലാലേട്ടാന്ന് തന്നെ വിളിച്ചല്ലോ. എന്തെടുക്കുവായിരുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. എന്നെ ഓർത്തിരിക്കുവാണോ? ആയിരിക്കും, എനിക്കങ്ങനെ തോന്നി, അതാണ് വിളിച്ചത്. അന്നേരം ദീപ പറയുകയാണ്, സത്യമാണ് ലാലേട്ടൻ പറഞ്ഞത്. ഞാൻ ലാലേട്ടനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ മനസ്സുകൾ തമ്മിൽ അടുത്തോന്നർത്ഥം. അതെ, നാളെ എനിക്കൊപ്പം ഒന്ന് പുറത്തേക്ക് വരുമോ? അതെന്ന് പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, അതിന് ഇയാളുടെ പേടിയൊക്കെ മാറിയില്ലേ? എവിടേക്കാ നാളെ പോവുക? ജയലാൽ പറയുകയാണ്, അമ്മയെ ഒന്ന് കാണണം. ഭയന്നു പോയോ എന്ന് ചോദിക്കുകയാണ് ജയലാൽ. എടോ ഭയക്കണ്ട, അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദീപക്കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണ്ടേ? അമ്മ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ചെല്ലാതിരിക്കുന്നത് തെറ്റല്ലേ? ദീപ പറയുകയാണ്, ഞാൻ വരാം. അന്നേരം ജയലാൽ പറയുകയാണ്, അമ്മയെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, അതനുസരിച്ച് പോയാൽ മതി.
എന്റെ അമ്മയെ പറ്റി തന്റെ വീട്ടിൽ ആർക്കും അറിയില്ല. അതുപോലെ തന്നെ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ വീട്ടുകാർക്കും അറിയില്ല. അത് മാത്രമാണ് നമുക്കിടയിലുള്ള ടെൻഷൻ. അതൊക്കെ നേരെയാവും. അമ്മ ഏതായാലും കാണാൻ ആഗ്രഹിച്ച സ്ഥിതിക്ക് നമ്മൾ അമ്മയെ കാണുന്നു. ശരി ലാലേട്ടാന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ദീപ. അന്നേരം അവിടേക്ക് വന്ന ദിയ ചോദിക്കുകയാണ്, എന്താ മുഖത്തൊരു ചിരിയൊക്കെ? ലാലേട്ടനായിരിക്കും വിളിച്ചത് അല്ലേ? അതെ, നാളെ ഒന്ന് പുറത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ശരി, ഇപ്പോ കക്ഷിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതെ ആയോ? വേണ്ടാന്ന് എങ്ങനെയാ മോളെ പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയരുത്. ലാലേട്ടൻ ഒരുപാട് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് പുറത്തേക്ക് ഇറക്കി ചേച്ചിയുടെ പേടി മാറ്റണമെന്ന് ലാലേട്ടൻ ആഗ്രഹം കാണും. നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും നല്ലൊരാള് ചേച്ചിയെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അല്ല, എങ്ങോട്ടാ നാളെ പോകുന്നത്? അതൊന്നും പറഞ്ഞില്ല. എവിടേക്കാണെങ്കിലും ധൈര്യമായിട്ട് പൊയ്ക്കോ. ഡോക്ടർ ഇക്ബാൽ ഏതായാലും ക്യാരക്ടർ ഇല്ലാത്തൊരാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. ദീപ പറയുകയാണ്, എനിക്കാളെ വലിയ വിശ്വാസമാണ്. അടുത്തിരുന്ന് സംസാരിച്ചു കഴിയുമ്പോൾ കോൺഫിഡൻസ് കൂടുന്നത് പോലെ തോന്നുന്നുണ്ട്. ദിയ ചോദിക്കുകയാണ്, ഓഹോ അത് ശരി, അപ്പോൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണോ കാണണമെന്ന്? അയ്യോ ഒരിക്കലും അല്ല. ഇനി അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കല്യാണത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അതോടെ പിന്നോട്ടുള്ള ജീവിതം സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും. എന്ന് വെച്ച് നീ ആ ഗുണ്ടയുമായിട്ടുള്ള ചുറ്റികളിയൊക്കെ അവസാനിപ്പിച്ചേക്കണം. ദിയ പറയുകയാണ്, അയ്യോ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ദീപ പറയുകയാണ്, എങ്കിലും ഇടയ്ക്ക് നീ ഓരോന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. വെറുതെ കഥയുണ്ടാക്കല്ലേ. അമ്മ അത് കേട്ടാൽ മതി. ഇന്നത്തെ ദിവസം പോയി കിട്ടും. നാളെ മിടുക്കിയായിട്ട് ലാലേട്ടനൊപ്പം കറങ്ങിയിട്ട് വാ. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ പൂജ ചെയ്യുന്ന ജയലാലിന്റെ അച്ഛനെയാണ്. അവിടേക്ക് വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ജയലാൽ. എഴുന്നേറ്റ ശേഷം ജയലാലിനെ കണ്ട് അച്ഛൻ പറയുകയാണ്, ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചോ. മരുമോളാകാൻ പോകുന്ന പെൺകുട്ടിയെ അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയല്ലേ. അമ്മായിയമ്മയ്ക്ക് മരുമോളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചത്. എനിക്ക് 1-2 വഴിപാടുകൾ ഉണ്ടച്ചാ. കയറി വരുന്ന പെൺകുട്ടി നിന്റെ അമ്മയുമായി പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഞാനും ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിന്റെ അമ്മയുടെ സ്വഭാവം മാറാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ ജന്മം മാറുമോ അച്ഛാ? മാറിയില്ലെങ്കിലേ എനിക്കൊരു വിലയും ഇല്ലടാ മോനെ. സ്വന്തക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, അവൾക്കൊപ്പം നീ എങ്ങനെ കഴിയുന്നടാന്ന്. നിന്നെയൊക്കെ കരുതിയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ജയാൽ കളിയാക്കി ചോദിക്കുകയാണ്, ഓ അല്ലെങ്കിൽ പിന്നെ അച്ഛനിട്ടിട്ടങ്ങ് പോയേനെ. എടാ മോനെ, നീ അമ്മയെ കാണുമ്പോൾ പറയണം, പുതിയ മരുമോൾ വരികയാണ്, എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വില തരണമെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ഒരു വിലയും അമ്മ തരാൻ പോകുന്നില്ല. സങ്കടപ്പെട്ട് ജയലാലിന്റെ അച്ഛൻ പറയുകയാണ്, അത് നേരാണ്. പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം അവൾക്ക് നേരത്തെ ഇല്ല. ഏതായാലും അച്ഛൻ ഇത്രയും നാൾ അമ്മയെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇനിയും അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിൽ ഇനിയാണോ പാട്? എടാ, ഇനി ജീവിക്കാനാടാ മോനെ പാട്. ഇനി വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത്. ആ സമയത്തും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമേ നിന്റെ അമ്മയ്ക്ക് പിടിക്കുകയുള്ളൂ എങ്കിലേ ഞാൻ ഇനിയും കിടന്ന് കഷ്ടപ്പെടണ്ടായോടാ. നമുക്കൊരു സെർവന്റിനെ സംഘടിപ്പിക്കാം അച്ഛാ. അവള് വരുന്നതിന് മുൻപാണേൽ നടക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല. അവളെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നീ പറഞ്ഞാൽ മാത്രമാണ്. പിന്നെ ചാരുമോളും. അതുകൊണ്ടാണ് ജയിലിലേക്ക് പോകുമ്പോൾ എന്നെയും സ്നേഹിക്കാൻ പാകത്തിന് അവളോട് സംസാരിക്കാൻ ഞാൻ നിന്നോട് ശുപാർശ ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്താൽ അച്ഛനത് പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് എതിരായിട്ടേ അമ്മ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയുള്ളൂ. അതുകൂടി അച്ഛൻ മനസ്സിലാക്കണം. ആ ശരി ശരി, നീ പോയേച്ചും വാ. ആ പെൺകൊച്ചിനെ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ജയിലിൽ കിടന്ന് അവളുടെ മനസ്സ് കുറച്ചുകൂടി പരുക്കനായെന്ന് പറയാൻ പറ്റില്ല. ജയിലിൽ എത്തുന്നതിന് മുമ്പ് നീ ആ പെൺകൊച്ചിനോട് നിന്റെ അമ്മയുടെ സ്വഭാവം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവള് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ പെൺകൊച്ചിന് പിടിക്കത്തില്ല. അവൾ അങ്ങനെയുള്ള പെൺകുട്ടി അല്ലച്ച. ആ ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ദീപയും കൂട്ടി അങ്ങോട്ട് പോകുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാമച്ചാന്ന് പറഞ്ഞു പോവുകയാണ് ജയലാൽ. പിന്നീട് ജയിലിൽ അമ്മയെ കാത്തു നിൽക്കുകയാണ് ജയലാലും ദീപയും. ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദീപ. ജയലാൽ പറയുകയാണ്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയാവൂ. അതെന്ത് കാര്യമാണെങ്കിലും കേട്ടുകൊണ്ട് നിന്നാൽ മതി. ഭയക്കുകയൊന്നും വേണ്ട. അമ്മ പാവമാണ്. പിന്നിൽ ചില ചിട്ടകളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കി നിന്നാൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല. അന്നേരം അവിടേക്ക് വരികയാണ് രാഗിണി. ജയലാൽ പറയുകയാണ്, അമ്മേ ഇതാണ് ദീപ. ദീപയെ വന്ന് നോക്കിയിട്ട് രാഗിണി പറയുകയാണ്, ഓ ഇവളാണല്ലേ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.